സണ്ണിയും ഗംഗയും ചിലങ്കയെ കുറിച്ച് അവരുടെ ചിലങ്കയുടെ പഴക്കത്തെ കുറിച്ച് തർക്കിച്ചതുപോലെ നൃത്തത്തെ കുറിച്ച് തർക്കിക്കാനുണ്ടോ? തർക്കിക്കാൻ പറ്റുന്ന ആളെ കൊണ്ട് എന്റെ കൂടെ ഒരാളുണ്ട്. അല്ല, ഈ കലോത്സവങ്ങൾ മാധ്യമങ്ങളിൽ സജീവമായതോടുകൂടി സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നും നൃത്ത ഇനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്, കാരണം അത്ര എളുപ്പമല്ലല്ലോ. കാരണം എങ്കിലും നമ്മളൊക്കെ അപ്പോൾ സംഗീതത്തിലേക്ക് കൂടുതൽ പോവുകയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുകയും നൃത്തത്തെക്കുറിച്ചുള്ളൊരു വളരെ സൂക്ഷ്മമായിട്ടുള്ള വിലയിരുത്തലുകൾ പലപ്പോഴും സംഭവിക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ആ കേടൊന്ന് മാറ്റി നിരവധി കലോത്സവങ്ങളിൽ ജഡ്ജസ് ആവുകയും കേരളത്തിലെ പ്രമുഖ നർത്തകിമാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യൻ നമ്മൾക്കൊപ്പം അല്പസമയം ഈ കലോത്സവ നഗറിൽ നിന്ന് നമ്മളൊന്ന് സംസാരിച്ച് അങ്ങനെ പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പുറത്ത് നിൽക്കാം. അപ്പോൾ ഏതായാലും ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഗായത്രിയുടെ നാട്ടിൽ കലോത്സവം എത്തി എന്നുള്ളതാണ്. ഒരെണ്ണം വന്ന് കണ്ടിരുന്നു, കേരള നടനം മാത്രം വന്ന് കണ്ടിട്ട് പോയി. അധികം ഇരുന്നില്ല. കേരള നടനമാണ് കൂടുതൽ ശ്രദ്ധിച്ചതല്ലേ? കൂടുതൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നതിലും കേരള നടനമുണ്ട് അല്ലേ? ഭരതനാട്യം ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും കൂടുതൽ പെർഫോം ചെയ്യുന്നത് കേരള നടനമാണ്. കേരള നടനം എന്ന് പറയുന്നൊരു ഐറ്റം സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു അജ്ഞതയുടെയും കൂടെ പ്രശ്നമാണ്. മറ്റേ മുമ്പ് ഞങ്ങൾ ഇത്തിരി മുമ്പ് പച്ചടിയും കിച്ചടിയും തമ്മിൽ തർക്കിച്ച പോലത്തെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. കേരള നടനം കൂടുതൽ ഫെമിലിയർ ആയത് കലോത്സവങ്ങളിലൂടെ തന്നെയാണത്. ആണ് ഒരു പരിധിവരെ പോപ്പുലർ ആയത് കലോത്സവങ്ങളിലൂടെ തന്നെയാണ്. സാധാരണ ഭരതനാട്യത്തിനായാലും മോഹിനിയാട്ടത്തിനായാലും നിരവധി വേദികൾ കലോത്സവത്തിന് പുറത്ത് ലഭിക്കാറുണ്ട്. പക്ഷേ കേരള നടനത്തിന് അങ്ങനെ വേദികൾ കുറവാണ്. കാരണം ഞാൻ ആദ്യകാലത്ത് ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്തൊന്നും വേദികൾ ഉണ്ടായിരുന്നില്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഓരോ ഭരതനാട്യത്തിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോഴാണ് കേരള നടനം എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഫോം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രസ് മീറ്റ് വെച്ച് ആ പ്രസ് മീറ്റിൽ ഈ ഡാൻസ് ഫോമിൻ്റെ ഒരു ചെറിയ ലഘുവായ രീതി ഒന്ന് കളിച്ച് കാണിക്കുകയും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന് പ്രോഗ്രാംസ് കിട്ടും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയൊക്കെ ഒരുപാട്. ആ കാലത്ത് കേരള നടനം ഒരു മത്സര ഇനമായിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. ആർക്കും അറിയില്ല. ഇപ്പോഴും കേരള നടനം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ കുറിച്ച് ഇന്ത്യക്ക് പുറത്ത് വളരെ കുറവാണ് അറിയുന്ന ആൾക്കാർ. കേരളത്തിന് പുറത്തല്ല, ഇന്ത്യക്ക് പുറത്ത്. കേരളത്തിനകത്തുള്ളവർ കുറച്ചറിയാം, കേരളത്തിന് പുറത്തുള്ളവർക്കും അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുമായിട്ടൊന്നും ഒരു സാമ്യമില്ലെങ്കിൽ ഇപ്പോൾ ഈ തിരുവാതിര, മെഗാ തിരുവാതിര എന്ന് പറയുന്നത് പോലത്തെ ഒരു കാലമാണ്, എവിടെയും നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ മോഹിനിയാട്ടം, ഈ നമ്മുടെ കേരളീയമായ കലകളുമായി ബന്ധപ്പെടുത്തി, ഡാൻസ് ഫോംസുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു, ഇതിലെവിടെയാണ് കേരള നടനം എന്നുള്ളത് ഭയങ്കര ഡിഫറൻ്റായി മാറി നിൽക്കുന്നത്? അതിൻ്റെ ഒരു കേരള നടനം എന്ന് പറയുന്നത് കഥകളിയുടെ നൃത്ത രൂപമാണ്. കഥകളി എന്ന് പറയുന്നത് ഒരു ഡ്രാമാറ്റിക് ഫോമാണ്. കേരള നടനം എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോമാണ്. അപ്പോൾ കഥകളിയിൽ ഒരു കഥാപാത്രം ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം കേരള നടനം എന്ന് പറയുമ്പോൾ ഒരു ആൾക്ക് തന്നെ 10 കഥാപാത്രം, ഇപ്പോൾ ദശാവതാരം ചെയ്യുകയാണെങ്കിൽ ദശാവതാരം ഫുള്ള് 10 കഥാപാത്രവും ഒരാൾക്ക് തന്നെ, ഒരു നർത്തകിക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഡാൻസ് ഫോമായിട്ട്. കലോത്സവത്തിന്റെ ഒരു ടൈം ഫ്രെയിമിനകത്ത് കേരള നടനം പെർഫോം ചെയ്യുമ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ കടന്നു വരാറുണ്ട്. എങ്ങനെയാ അതിന്റെ ഒരു 15 മിനിറ്റ് കൊണ്ട് കേരള നടനം ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഭരതനാട്യം തന്നെ എടുത്താലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു വർണ്ണം ചെയ്യുന്ന അത് എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു പൂർണ്ണത കിട്ടില്ല. നമ്മൾ ഒരു വർണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർണ്ണം എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു അരമണിക്കൂറാണ് ഒരു വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. 10 മിനിറ്റ് ക്യാപ്സ്യൂലേറ്റ്. അതേപോലെ തന്നെയാണ് കേരള നടനവും. വളരെ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമാണ്. ശരിക്കും പറഞ്ഞാൽ കലോത്സവത്തിൽ ഈ വരുന്ന കുട്ടികൾ ഇങ്ങനെ അല്ല വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ അവർ ഒരു ഐറ്റം പഠിക്കുന്നു. ഇപ്പോൾ കേരള നടനമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും ഈ എല്ലാ ഡാൻസ് ഫോമും ഭരതനാട്യത്തിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പെർഫെക്ഷൻ കുറയുന്നു. ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും നമ്മൾ എന്ത് ആർട്ട് ഫോം ചെയ്യുന്നോ ആ ആർട്ട് ഫോം ബേസിക് മുതൽ പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റേതായ ബേസ് ഉണ്ടെങ്കിൽ അതിന് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. പലപ്പോഴും കുച്ചിപ്പുടിക്കാണെങ്കിലും ഇപ്പോൾ കുച്ചിപ്പുടി കാണുമ്പോഴും ഭരതനാട്യത്തിൻ്റെ സ്റ്റൈലിലാണ് കുച്ചിപ്പുടി ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക് അതിൻ്റെ അടവുകൾ പഠിക്കാതെ ഭരതനാട്യത്തിൻ്റെ അടവ് പഠിച്ചിട്ട് ഭരതനാട്യം ചെയ്യും. അതുപോലെ മാത്രമായിട്ട് ഈ അതിനു വേണ്ടി മാത്രം ഒരു ഐറ്റം പഠിക്കുകയും
അതിന് വേണ്ടിയിട്ട് ആ ഐറ്റം പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നുമില്ല. ഈ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ രാഗവും താളവും ചോദിച്ചാൽ തന്നെ പല കുട്ടികൾക്കും അറിയില്ല. ആ ചെയ്യുന്ന കഥാപാത്രം എന്താണെന്ന് ചോദിച്ചാൽ അതും പല കുട്ടികൾക്കും അറിയില്ല. പിന്നെ അതേപോലെ കേരള നടനത്തിനകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മൾ ചെണ്ടയൊക്കെ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പാടില്ല. സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോൾ അങ്ങനെയൊന്നും ചെണ്ട യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇപ്പം കാണുന്ന എല്ലാ കേരള നടനും മൊത്തം ആദ്യം തുടക്കം തന്നെ ചെണ്ടയാണ്. അപ്പോൾ പാട്ട് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ആ തരത്തിലാണ് വരുന്നത്. അത് മാത്രമല്ല, ഇപ്പം കലോത്സവത്തിന് ഇവിടെ വരുന്ന കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ കേരള നടനത്തിൻ്റെ കോസ്റ്റ്യൂമിൽ ഒരുപാട് മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാത്രമല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ചെണ്ട ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അത്ര നിയമാവലിയിൽ മാറ്റം വരുത്തുന്നുണ്ടോ? നിയമത്തിൽ മാറ്റമില്ല. ആക്ച്വലി ഈ ചെയ്യുന്നവര് ഈ പഠിപ്പിക്കുന്ന പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കുമുള്ള നല്ല ഡാൻസേഴ്സ് മാത്രമാണ് കുട്ടികളെ ഇറക്കിയിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നട്ടുവാങ്കം വായിക്കണം, ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ നട്ടുവാങ്കം വായിക്കണമെങ്കിൽ അത് നന്നായിട്ട് പഠിച്ച ഒരാൾക്കേ പറ്റുള്ളൂ. ലൈവ് ഓർക്കസ്ട്ര വേണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ CD നോക്കിയിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കുക, ഇതുപോലെ ചെയ്യൂ അതുപോലെ ചെയ്യൂ. ടീച്ചർ എണീറ്റ് കാണിച്ച് പോലും കാണിക്കില്ല. കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യൂ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അങ്ങ് കയറ്റുകയാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ആർക്കും ഒരു CD ഉണ്ടെങ്കിൽ ഡാൻസ് ടീച്ചർ ആവാം എന്നുള്ള നാളെ ശരത്തേട്ടനും വേണമെങ്കിൽ ആവാം. അത്തരത്തിലാണ് അതെ, നിങ്ങൾക്ക് വേണമെങ്കിലും ആവാം. നാളെ ഒരു CD എടുത്തിട്ട് എണീറ്റ് കളിച്ചൊന്നും കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഇരുന്നിട്ട് ആ കുട്ടി അത് നോക്കി ചെയ്യൂ, ആ സ്റ്റെപ്പ് നോക്കി ചെയ്യൂ, ഈ സ്റ്റെപ്പ് നോക്കി പഠിക്കൂ, ഇങ്ങനെ പറഞ്ഞ് പിന്നെ അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും നോക്കാമല്ലോ, പഠിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ചെയ്യിപ്പിച്ച് ഇറക്കുന്ന കുറേ ടീച്ചേഴ്സുണ്ട്. ഓൾമോസ്റ്റ് സാറുമാരാണ് കൂടുതലും. അങ്ങനെ ടീച്ചേഴ്സ് ഒരുവിധം പഠിച്ചിട്ട് വരുന്നവരാണ്. ഓൾമോസ്റ്റ് സാറുമാരാണ് കൂടുതലും ഇതിനകത്ത്. കലോത്സവങ്ങളുടെ ഒരു കലാരീതി ഒന്ന് വളരെ ട്രഡീഷണലായി വളരെ വർഷങ്ങളെടുത്ത് പഠിക്കുന്ന ഡാൻസിനോടുള്ള താല്പര്യം, ഇത് രണ്ടും ഏതാണ്ട് വ്യത്യസ്തങ്ങളായി തന്നെ പോകുന്നതാണ്. ആ രണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഒരാളെ പഠിപ്പിക്കാൻ. അത് കലോത്സവത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും. അല്ലാതെ നമുക്ക് ഒന്നും അറിയാത്ത ഒരു വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. കലോത്സവം സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഡാൻസ് ടീച്ചേഴ്സ് ഇപ്പോൾ പലരും കുട്ടികളെ ഇറക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഒന്നും പോയി നമുക്ക് അടികൂടാൻ പറ്റില്ല. അതുകൊണ്ട് പലരും നല്ല ടീച്ചേഴ്സ് ആരിപ്പം ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാൽ അടി ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ആരും പലരും ഇറക്കുന്നില്ല. അതുകൊണ്ട് കലോത്സവത്തിൻ്റെതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. കേരള നടനത്തിന് വന്നിട്ടുള്ള മാറ്റം, കേരള നടനത്തിന് ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം തന്നെ നമുക്ക് ആൺകുട്ടികളുടെ പിന്നെ അരയ്ക്ക് താഴെ നമ്മൾ തിടമ്പ് എന്ന് പറയും, അല്ലെങ്കിൽ കഥകളിയിൽ അത് സൈഡിൽ വയ്ക്കുന്ന ഒറ്റനാക്ക് എന്ന് പറയും. അത് വന്നിട്ട് 20 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളവും അതാണ് നമ്മൾ സെൻട്രൽ വയ്ക്കുന്നത്. പക്ഷെ അതിന് പകരം ഇപ്പം കുട്ടികൾ യൂസ് ചെയ്യുന്ന ഭരതനാട്യത്തിൻ്റെ ഫ്രില്ല്, അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് അങ്ങനെ യൂസ് ചെയ്യാനേ പാടില്ല. നിയമപ്രകാരം അത് യൂസ് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി കേരള നടനത്തെ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഒരു നൃത്താധ്യാപിക എന്ന നിലയിൽ, ടീച്ചർ എന്നുള്ള നിലയിൽ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ കലോത്സവ വേദിയിൽ നിന്നൊക്കെ അധികം കേൾക്കാത്ത കുറേ കാര്യങ്ങളാണ്. ആ നിലയിൽ ഒട്ടേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും നിരീക്ഷിക്കാൻ പാകത്തിനുള്ള. ഗുരു ഗോപിനാഥ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരള നടനത്തിൻ്റെ ഒരു വളർച്ചയിലേക്ക്, അതെ, അദ്ദേഹമാണ് കേരള നടനം ക്രിയേറ്റ് ചെയ്തത് തന്നെ അദ്ദേഹമാണ്. അദ്ദേഹം കഥകളിയിൽ നിന്ന് കേരള നടനം ലഘുവായ രീതിയിൽ ഫോം ചെയ്ത് കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കഥകളി എല്ലാ സ്ഥലത്തും എപ്പോഴും പെർഫോമൻസ് കിട്ടാതെയും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേരള നടനം സൃഷ്ടിച്ചത്. അത് ആ കാഴ്ചപ്പാട് ഒട്ടും തെറ്റിയില്ല. കാരണം ഇപ്പോൾ ഈ കലോത്സവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് പറയാം, കലോത്സവങ്ങളിലെ തന്നെ ഡാൻസ് ഐറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകങ്ങളിൽ ഒന്നാണ് കേരള നടനം എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ ഇവര് ഈ നമ്മൾ പെർഫോമൻസ് ചെയ്യുമ്പം ഇപ്പോൾ ഒരു മുദ്രയുടെ സ്ഥാനം മാറിയാൽ തന്നെ അതിൻ്റെ അർത്ഥം മാറും. ഇത് പലർക്കും അറിയത്തില്ല. അപ്പം ഈ കാണുന്ന പാരൻസിന്
ആദ്യം തോന്നുന്നത് എൻ്റെ കുട്ടി നന്നായിട്ട് ചെയ്തു, പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനം മാറിയ അതിൻ്റെ അർത്ഥം മാറും. നമ്മൾ ഇവിടെ എടുക്കുന്ന അതേ മുദ്ര നെഞ്ചിൻ്റെ അടുത്തെടുത്ത അത് അർത്ഥം മാറി, അത് നെറ്റിയുടെ അടുത്തെടുത്ത അർത്ഥം മാറി. ഇങ്ങനെ 3 അർത്ഥങ്ങളാണ്. ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് അത് വസ്ത്രമാവും, നെഞ്ചിൻ്റെ അവിടെ എടുക്കുമ്പോൾ ബന്ധുവാവും. അങ്ങനെ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളാണ്. നമ്മൾ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് നമ്മൾ കാണിക്കുമ്പം ചിലപ്പോൾ അരയിൽ എടുക്കേണ്ട മുദ്ര ചിലപ്പോൾ നെഞ്ചിൻ്റെ അവിടെ ആയിപ്പോവും. കുട്ടികളെ എടുക്കുമ്പോൾ മാറിപ്പോകുന്നതാണ്. അപ്പം പാരൻസിന് കാണുമ്പം എൻ്റെ കുട്ടി നേരെയല്ലേ കളിച്ചത്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ടീച്ചറിന് തന്നെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ CD നോക്കി പഠിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ മുദ്ര കറക്റ്റാണല്ലോ എടുത്തത്, പിന്നെ എന്തുകൊണ്ട്? അപ്പോൾ സ്ഥാനം മാറി അർത്ഥം മാറുന്നു മനസ്സിലാവാത്തത് കൊണ്ടുള്ള ഒരു വലിയ പ്രശ്നം. ഡോക്ടർ ഗായത്രി കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ ആളുകൾക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് വിനിഷ പറഞ്ഞത്. ആസ്ഥാനത്ത് എങ്ങനെയാണ് പരാതികൾ ജനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ ശിഷ്യ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യൻ ഗംഭീരമായി കളിച്ചല്ലോ, എന്നിട്ട് എവിടെ പ്രൈസ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രേഡ് കിട്ടിയില്ല എന്ന് ചോദിക്കുന്ന ഇടത്ത് എങ്ങനെ അത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഡോക്ടർ ഗായത്രിയെ പോലൊരു കലയ്ക്കുള്ളിലെ അറിവില്ലായ്മ, പ്രത്യേകിച്ചും ഒരു ആർട്ട് ഫോമിനെ, തനത് ആർട്ട് ഫോമിനെ ഏത് രീതിയിൽ വക്രീകരിക്കാം, വളച്ചൊടിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണമായി കലോത്സവങ്ങൾ മാറുന്നു എന്ന് അവർ പറഞ്ഞു വയ്ക്കുകയാണ്. ആലോചനകൾക്ക് വഴിമരുന്നിടുന്ന കുറേയേറെ കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർ ഗായത്രി നമ്മളുമായി സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു.